നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ബിജി മാത്യു. പ്രധാന വാർത്തകൾ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തകർച്ചയുടെ വക്കിലെന്ന് കെ സുധാകരൻ എം പി. കോൺഗ്രസ് കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങളെ എതിർക്കലാണ് സിപിഎമ്മിന്റെ പ്രധാന പണിയെന്നും സുധാകരൻ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ. ഇരിട്ടി ടൌണിൽ കീഴൂർ ചാവശ്ശേരി പഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന് ഈ മാസം 11-ന് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ശിലയിടും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റിന്റെ സർക്കാർ തകർച്ചയുടെ വക്കിലെന്ന് കെ സുധാകരൻ എം പി പറഞ്ഞു. കോൺഗ്രസ് കൊണ്ടുവരുന്ന ഏത് വികസന പ്രവർത്തനവും എതിർക്കുക എന്നതാണ് സിപിഎമ്മിന്റെ പ്രധാന പരിപാടിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇരിട്ടിയിൽ കോൺഗ്രസ് നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുപോലെ ഇടതുപക്ഷം കഴിഞ്ഞ തവണത്തെ പാർലമെന്റിൽ ഒരുപക്ഷെ യുപിയാണ് ഇന്ത്യ ഭരിച്ചതെങ്കിൽ പോലും ആ യുപിയെ ഭരിക്കുന്ന എല്ലാ ഭരണരംഗത്തും എല്ലാ ഭരണശിലാകേന്ദ്രങ്ങളും എല്ലാ ഭരണതലത്തിലെ തീരുമാനങ്ങളിലും ഞങ്ങളാണ് ഇതിന്റെ ആൾക്കാർ എന്ന് വരുത്താൻ 59 പേരടങ്ങുന്ന ഇടതുപക്ഷത്തിൽ കഴിഞ്ഞ പാർലമെന്റിലുള്ളത് 59 പേരുള്ളവർ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ യുപിഎ ഗവൺമെന്റിന് മാത്രമല്ല സംസ്ഥാനം ഭരിക്കുന്ന ഇടതു സർക്കാരും പരാജയപ്പെട്ടെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ പറഞ്ഞു. ഇരിട്ടി പുന്നാട് ആർഎസ്എസ് നേതാവ് അശ്വിനികുമാർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ന്യൂസ് ടൈമിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ യുപിഎ സർക്കാരിന് കഴിഞ്ഞില്ലെന്നും ഇതിനെതിരെ ബിജെപി ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും വി മുരളീധരൻ പറഞ്ഞു. ഇത്രയും രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ കഴിയാത്തൊരു ഗവൺമെന്റ്, അങ്ങനെ ഒരു കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുമാണ് ഇപ്പൊ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സമരപരിപാടികൾ ബിജെപി സംഘടിപ്പിക്കും. ദേശീയതലത്തിലും കേരളത്തിലും ബിജെപിയിൽ ആർഎസ്എസ് പിടിമുറുക്കുകയാണോ എന്ന ചോദ്യത്തിന് ദേശീയ പ്രസിഡന്റ് നിതിൻ ഗഡ്കരിയും താനുമെല്ലാം ആർഎസ്എസിലൂടെ കടന്നുവന്നതാണെന്നായിരുന്നു മറുപടി. അല്ല, ബിജെപിയിൽ സംഘടനാ തലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് വന്നിട്ടുള്ള ആളുകളാണ് ഇതൊക്കെ രണ്ടുപേരും. ഇരിട്ടി ടൌണിൽ കീഴൂർ ചാവശ്ശേരി പഞ്ചായത്ത് നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ശിലാസ്ഥാപനം ഈ മാസം 11-ന് മന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് പി അശോകൻ ഇരിട്ടിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കൊട്ടിയൂർ ഒറ്റപ്ലാവിൽ വീട്ടുപറമ്പിലെ കുളത്തിൽ വീണ കാട്ടുപന്നിയെ രക്ഷപ്പെടുത്തി. കോതാട് മൈക്കിളിന്റെ പറമ്പിൽ ജലസേചനാവശ്യത്തിനുള്ള കുളത്തിലാണ് ശനിയാഴ്ച രാവിലെ പന്നിയെ കണ്ടെത്തിയത്. രക്ഷപ്പെടുത്തിയ പന്നിയെ പാൽച്ചുരം വനത്തിൽ വിട്ടു. വായി കിടണം, അടിയിലത്തെ കാല് കിടണം. വാ മാത്രം കെട്ടിക്കിട്ടിയാൽ മതി, ബാക്കി പിന്നെ പോക്കുമ്പോ അപ്പൊ ചെറിയ പ്ലാസ്റ്റിക് നിങ്ങൾ പറയണോ കിട്ടൂല, കാരണം അതിന്റെ മറ്റേ നല്ല സുഖം കേട്ടാ. ഹലോ, മാറ്റി കയറ്റി വരും. കയറ്റി ഒന്ന് കയറ്റിയിട്ട് പോരാ. ഒരു കാലിലിടുന്നു. കോളയാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ കായികമേള പഞ്ചായത്ത് ഗ്രൌണ്ടിൽ പ്രസിഡന്റ് കെ ടി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പി പ്രേമവല്ലി, എ ഷാജു, പി പ്രദീപൻ, സിഡിഎസ് ചെയർപേഴ്സൺ ബിന്ദു കുര്യൻ എന്നിവർ സംസാരിച്ചു. 12 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. ഇനി അറിയിപ്പുകൾ. ജില്ലയിൽ 1991 ജനുവരി 1 മുതൽ 1996 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ നിയമിതരായ HSAമാരുടെ താത്കാലിക സീനിയോറിറ്റി ലിസ്റ്റ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പ്രസിദ്ധീകരിച്ചു. പുന്നാട് മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിൽ തിരുവപ്പനോത്സവം ഈ മാസം 12, 13 തീയതികളിൽ നടക്കും. മാലൂർ പഞ്ചായത്തിൽ തൊഴിലില്ലായ്മ വേതനം ഈ മാസം 11, 12 തീയതികളിൽ വിതരണം ചെയ്യും. കോടോളിപ്പുറം വാണിവിലാസം ഗ്രന്ഥാലയം, വനിതാവേദി, ദന്തൽ അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെ 10 മണിക്ക് ഗ്രന്ഥാലയത്തിൽ ദന്തപരിശോധന ക്യാമ്പുകൾ, ദന്ത സംരക്ഷണ ക്ലാസും നടക്കും. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് BPL കരട് ലിസ്റ്റ് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗ്രാമസഭകൾ ഈ മാസം 12 മുതൽ 16 വരെ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. വിപണി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തകർച്ചയുടെ വക്കിലെന്ന് കെ സുധാകരൻ എം പി. കോൺഗ്രസ് കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങളെ എതിർക്കലാണ് സിപിഎമ്മിന്റെ പ്രധാന പണിയെന്നും സുധാകരൻ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി. മുരളീധരൻ. ഇരിട്ടി ടൌണിൽ കീഴൂർ ചാവശ്ശേരി പഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന് ഈ മാസം 11-ന് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ശിലയിടും. ന്യൂസ് ടൈം സമാപിക്കുന്നു. ഇനി എഡിറ്റോറിയൽ വോയ്സ്. നമസ്കാരം.